സ്പീഡ് ലൈനി വേണ്ട, ഞാൻ നോക്കുന്നേ ഇല്ല അവിടേക്ക്. ആകാശം നോക്കിയിരിക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ സിറ്റി ഹോട്ടലിൽ നിന്ന് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ എന്താണെന്നുള്ളത് നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഞാൻ ശരിക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. നേരെ കാണുന്നത് മൗണ്ടെയിൻ ആണ് കേട്ടോ. ഞാൻ ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ കാണുന്നത് മൗണ്ടെയിൻ ആണ്. ഇതിൽ ഫുൾ സ്നോ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. ഈ ഒരു സംഭവം കാണുകയെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഇപ്പം ഞാൻ റെഡി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നത്. പക്ഷെ അതിന് മുമ്പേ ഞാൻ മോർണിംഗ് കുറച്ചൊരു മുന്നേ ഞാൻ ഞെട്ടിയേരം എന്താണ് വ്യൂ എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ വേഗം എണീച്ചൊന്ന് പോയി നോക്കിയിനി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിനി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ. ശരിക്കും ആ വിൻഡോ ഓപ്പൺ ആക്കുമ്പോഴുള്ള ആ ഒരു തണുപ്പും ഈ ഒരു കുറേ ആ ഒരു കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളൊന്ന് റെഡിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇത് താഴേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് 7th ഫ്ലോറിലാണ് നമ്മളെ റൂമുള്ളത്. നമ്മൾ നേരെ 2nd ഫ്ലോർ ആണെന്ന് എനിക്ക് തോന്നുന്നു. 2nd ഫ്ലോറിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2nd ഫ്ലോറിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബുൾസൈ ഉണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള റൂം. അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാഗൊക്കെ റെഡിയാക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൂമിൽ ആകെ 1 ഡേ മാത്രമേ സ്റ്റേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഗബാലയിൽ നിന്ന് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബാക്കൂലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്റ്റേ ചെയ്ത റൂമൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ്. മറ്റേ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ ഗബാലയിലുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബാക്കൂലേക്കാണ് പോകേണ്ടത്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, എഡ്ഡി ഗൊസേൽ വാട്ടർഫോൾ അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു. പറയുന്നത് പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ആ ഒരു വാട്ടർഫോൾ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വേറെ കോട്ടില്ല, അവിടെ വേറെ കോട്ടുണ്ടോ? Come on, I think I'm in. Yes.
അത്ര എടുക്കണ ചോട്ടാ വാട്ടർഫോൾസ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ടുഫാൻഡക് മൗണ്ടെയിനിലേക്കാണ്. അപ്പോൾ അവിടെ കേബിൾ കാറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് അവിടെ പോയിരുന്നുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് പിന്നെയും വേറൊരു കേബിൾ കാറിൽ കയറിയിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ കുറേ തവണ ഇങ്ങനെ മാറി മാറി കയറേണ്ടി വരും കേട്ടോ കേബിൾ കാറിലേക്ക്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാറിലിങ്ങനെ മാറി മാറി ഇങ്ങനെ കയറി പോവാൻ വേണ്ടത്. ഇത് തനിയാടെയാ ഇവിടെ എടുക്കണ്ടേ ഇവിടെ എടുക്കണ്ടേ അല്ല ഇതന്നെയല്ലേ നല്ലത്. Get ready, come here, sit here. Yeah, it's fine, good. Stand there. Woo, woo, woo. ഇവിടെ ടോപ്പിലെത്തി. എന്തോ തളയെന്തോ പോലെ ഇരിക്കുന്ന എനിക്ക് ബാക്കോട്ട് ചെയ്യുമ്പോ. Ayani, what is that? പേടിയാവുന്നുണ്ടോ? ബാ come here. എനിക്ക് പേടിയാവുന്നു. എന്തിട്ട് കാര്യം ചെയ്യ്. മറ്റേ ആകാശത്തൊട്ടിലുള്ള പോലെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നു. ചെവിയാടേയും Don't watch him. Come here, stand here. Not touch. Stand here, okay? Speed go, inside പിടിച്ചോ. ഇവിടെ ചവിട്ടി കൂടാ. ഓപ്പോസിറ്റ്. അതൊന്നും പ്രശ്നമില്ല. റോളർ കോസ്റ്റർ ആണ്. സ്പീഡ് ലൈനി. നീ താഴേക്കടാ നീ എടുക്കുന്ന. നീ എടുക്കുന്ന. വേണ്ട ഞാൻ നോക്കുന്നേയില്ല അവിടേക്ക്. ആകാശം നോക്കിയിരിക്കുക. വീഡിയോ എടുക്കുന്നില്ലേ? Going down. How is it? Good. ചൂടെടുക്കുന്നുണ്ട് പക്ഷെ ചെവിയെല്ലാം അടഞ്ഞു.
Wait. Maringo. Jump. Jump. ഈ സൈഡാകുമ്പോല്ലേ ഇങ്ങനെ അതുപോലെ പേര് എടുത്തല് ഇത് അധികം ദൂരൊന്നും പോലെ കാണുന്ന ബസ്സില്ലേ. ഇത് ഹൈറ്റിലല്ല, ഇത് ഇങ്ങനെ പോന്നിയാവുന്നു. കുറച്ച് സ്പീഡ് ഉണ്ടല്ലോ. ഇരുന്ന സാധനം ഇരുന്ന സാധനം താഴെ നമ്മുടെ പേരാ സിലക്കടി ഇരിക്കണ്ടേ. ഇതല്ലേ നല്ല ഇവിടെ ഇവിടെ ബാക്കോട്ടൊക്കെ വരുവാ. നിനക്ക് താഴോട്ടിൽ ഇറക്കാം. ഇങ്ങനെ കയറുന്നല്ലേ കാണണ്ടത് എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെ കേബിൾ കാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അടിപൊളി ചെയ്യാനും. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ താഴേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു വണ്ടിയില്ലേ, ഇതൊന്ന് റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ തന്നെ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുക വേണ്ടത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത്. അയ്യൂട്ടനും കൂട്ടിയില്ല, കാരണം ഇതൊരു ഓഫ് റോഡാണ്. അപ്പോൾ പോകാൻ വേണ്ടി അവന് കൂട്ടിയാൽ റിസ്ക് ആവുക കരുതിയിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ മുന്നിൽ തന്നെ നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് പോകണ്ടേ, ഏത് വഴിയിലൂടെ പോകണ്ടേന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നിലുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവർ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു വീഡിയോയും അവർ എടുത്തു തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സിൽ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ടുഫാൻഡാക് മൗണ്ടൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അടിപൊളിയായിരുന്നു. ആ ഒരു കേബിൾ കാറിൻ്റെ നമ്മൾ റൈഡ് ചെയ്തതിൻ്റെ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുനിന്നുള്ളൊരു ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളൂ, ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അവർ പോകുന്ന വഴിയൊക്കെ ഇതൊരു റിസോർട്ടും കൂടിയാണ്. അപ്പോൾ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റും കൂടിയായിട്ടുള്ളതാണ്.
ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബാക്കൂലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്കൂരിൽ നിന്ന് ഗബാലയിലേക്ക് ഏകദേശം 5 hours അങ്ങ് ട്രാവൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ഇനി പോകുമ്പോഴും അത്രയും 5 hours തന്നെ ഉണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ആകും നമ്മൾ തിരിച്ച് ബാക്കൂലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗബാല വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ 2 ദിവസമാണ് ഈ ഗബാലയിലൊന്ന് കറങ്ങി നടന്നത്. അപ്പോൾ ഇനി ബാക്കി അസർബൈജാനിലുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ആൻഡ് ടേക്ക് കെയർ.